ഇതേ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സനയും ദസ്നയും കൂടിയിട്ട് ശോഭാ മോൾ വരെ പോവുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി അടിപൊളി സിനിമയാണെന്നാണ് എല്ലാവരും പണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ സ്റ്റുഡിയോയിൽ അടിപൊളി സെയിൽ നടക്കുന്നത് കേട്ടോ, അതും കൂടി ഒന്ന് ജസ്റ്റ് കയറി നോക്കാൻ നേടിയിട്ടോ. ഒരു 12:15 ആയപ്പോഴേക്കും നമ്മൾ മോളിലെത്തി. 1 മണിക്കാട്ടോ നമ്മുടെ ഷോ. അങ്ങനെ വേഗം പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. കുറച്ച് സമയം നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. വേഗം നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. അവിടെ പോയിട്ട് ചിക്കീസിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ എന്തോ ബണ്ണും അങ്ങനെയൊക്കെയുള്ള എന്തൊരു കോംബോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞങ്ങൾ കസ്റ്റാർഡ് ആപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കണ ഒരു അടിപൊളി സംഭവം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സനയാട്ടോ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്. അവൾ സ്ട്രോബെറി ക്രീമാണ് നോർമലി കഴിക്കാറുള്ളത്. സ്ട്രോബെറി ക്രീം ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ആ ക്രീം വെച്ചിട്ടുള്ളത് വാങ്ങി. ഇത് യോഗട്ടും കസ്റ്റാർഡ് ആപ്പിളും അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള സംഭവമായിരുന്നു. മധുരമൊക്കെ പാകത്തിന് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതിലിങ്ങനെ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ പീസസ് ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് സിനിമ കാണാൻ ഓടിയിട്ട്. അവിടെ അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ സമയം ഒരു 1 മണി 1:05 ആയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ കയറുമ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സ്ക്രീൻ നമ്പർ 1-ലാട്ടോ ഞങ്ങളുടെ സിനിമ ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നെങ്കിലും പകുതിക്ക് വെച്ചിട്ട് എല്ലാവരും കരഞ്ഞു. നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ടൈമിൽ നമ്മൾ ക്യാപ്പുച്ചിനോ വാങ്ങിയിട്ടോ. 150 റുപ്പീസ് ആയിരുന്നു ഒരു ക്യാപ്പുച്ചിനോയ്ക്ക്. അതുകൊണ്ട് ഞങ്ങൾ 2 ഒതുക്കി. അടുത്തുള്ള ബുക്ക് സ്റ്റാളിൽ കയറിയിട്ടോ. അവിടുത്തെ കുറേ ബുക്ക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ വട്ടം വാങ്ങിയ ഒരു ബുക്ക് പെൻഡിങ്ങിലാണ് വായിച്ചിരാണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി. സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 199 ഒക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെരുപ്പുകൾക്കൊന്നും ഞങ്ങൾ വിചാരിച്ചത്ര ഒരു ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നോർമലി ആ ഒരു റേറ്റിൽ തന്നെ കിട്ടേണ്ടത് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അപ്പുറത്ത് കണ്ടു കുറേ ടൈപ്പ് ഈ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. ഈ വാച്ച് കണ്ടില്ലേ, 500 റുപ്പീസുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും നെക്സ്റ്റ് ടൈം വാങ്ങണം. അങ്ങനെ ഞങ്ങൾ പോകാണ്ടി താഴെ ഇറങ്ങിയപ്പോൾ അവിടെ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. TV ഷോ ആണ് എന്താണെന്ന് അറിയില്ല. ഒരു കുട്ടിയോട് അതിൻ്റെ ആങ്കർ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. സമയപരിധി കാരണം ഞങ്ങൾ വേഗം ഇറങ്ങിട്ടോ. 5:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങണ വഴിക്ക് നമ്മുടെ ജെല്ലിയുടെ പുഡിംഗ് ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ് നടക്കാണ്ടല്ലോ നമുക്ക് പുറത്തേക്ക് എത്താൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. സനയുടെ ലാസ്റ്റ് ബസ് എടുക്കാനായിട്ട് നമുക്ക് കുന്നംകുളം എത്തണമായിരുന്നു. പോണ വഴിക്കുള്ളൊരു അയ്യപ്പൻ്റെ ക്ഷേത്രം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്നു. ഭാഗ്യത്തിന് ഒരു 5 മിനിറ്റുള്ളിൽ നമുക്ക് ബസ് കിട്ടിയിട്ടോ. അങ്ങനെ സീറ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്കൊരു സീറ്റ് കിട്ടിയിരുന്നു. ഞാൻ അവരോട് വേണമെന്ന് വെച്ചപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് സീറ്റ് കിട്ടിയിട്ടോ. തൃശ്ശൂരിൽ നിന്ന് കുന്നോളം പോണ റൂട്ടിലാട്ടോ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ തസ്ന ഇറങ്ങിയിട്ടോ. തസ്ന ഇവിടെ ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അതാകുമ്പോൾ നല്ല ചൂട് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. പിന്നെ നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. അതിന് കൽക്കി സിനിമ ഉണ്ടായിരുന്നു. അതും കണ്ടുകൊണ്ട് ഞാൻ കഴിച്ചു കേട്ടോ ഫുഡ്. പക്ഷേ എനിക്ക് സിനിമ അങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ ഇത് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, അവർ കൊടുത്ത സ്നാക്കാട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു കിടക്കാൻ പോയിട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.